This call is now being recorded. In the last session, I have discussed with you about some of few concepts, basic concepts, like concepts, income, casual income, അങ്ങനെ കുറച്ച് കോൺസെപ്റ്റ്സ്. പിന്നെ നമ്മൾ ഫൈനലി വി എൻഡ് അപ്പ് വിത്ത് ദി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. സോ ആസ് യു ഓൾ നോ, ടാക്സ് ലൈബിലിറ്റി, ഒരു അസസിയുടെ ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യു ഷുഡ് know the residential status, and only based on that we will be able to calculate the tax liability of an assessee. അപ്പോൾ this residential status the basis lana we will find out the incidence of tax. So residential status of individual, while you are checking the same, you have to ensure whether basic condition or the additional conditions are followed. In the case of basic condition, any one ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ബേസിക് കണ്ടീഷൻ. ആദ്യത്തെ ബേസിക് കണ്ടീഷൻ പറയുന്നത് വി ആർ റെസ്ട്രിക്റ്റിംഗ് അവർ ഡിസ്കഷൻ ഓൺലി വിത്ത് ദ കേസ് ഓഫ് ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽ മാത്രം പറയുന്നു. അത് ജസ്റ്റ് ഓൾറെഡി പറഞ്ഞാണ്. ഐ എം ജസ്റ്റ് റിവൈസിങ് ദ സെയിം. ആ ഇൻഡിവിജ്വൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ബേസിക് കണ്ടീഷൻ ആദ്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ an assessee who stay in India for a period of 182 days or more, 182 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ ഉണ്ടാവുകയാണെങ്കിലോ, or 60 days in the relevant previous year, അതായത് ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് പ്രീവിയസ് ഇയറിൽ 60 days, and he has been in India for a period of 365 days during the 4 years preceding the previous year. Previous year മുന്നോട്ടുള്ള 4 വർഷം എടുക്കുമ്പോൾ that person should be in India, or in total 365 days. അതായത് മുന്നോട്ടുള്ള previous years preceding previous years എടുക്കുമ്പോൾ 365 days ടോട്ടൽ ഉണ്ടായിരിക്കും. ഇത് രണ്ടും ഒരുമിച്ച് 60 days in the previous year, 365 days in the during the 4 years preceding the previous year, ഇത് രണ്ടും ഒരുമിച്ച് മീറ്റ് ചെയ്താലേ ആ ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി അഡീഷണൽ കണ്ടീഷന്റെ കേസിലോട്ട് പോയാൽ an assessee who is resident in India at least 2 out of the 10 years preceding the previous year. Preceding the previous year, 10 വർഷങ്ങൾ preceding previous year നോക്കിയാൽ at least 2 years ഇന്ത്യയിൽ ഉണ്ടായിരിക്കും. And the second additional condition, ഈ രണ്ട് അഡീഷണൽ കണ്ടീഷനും മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യണം. ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്താൽ പോരാ. സെക്കൻഡ് തിങ് ഇസ് 730 days ഓർ മോർ, 730 ദിവസമോ അതിൽ കൂടുതലോ 7 വർഷം എടുക്കുമ്പോൾ, പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് എടുക്കുമ്പോൾ 7 വർഷത്തിൽ ടോട്ടൽ 730 days ഉണ്ടായിരുന്നു. അപ്പൊ പിന്നീട് നമ്മൾ പറഞ്ഞത് എപ്പോഴാണ് ഒരാള് ഓർഡിനറി റെസിഡന്റ് ആവുന്നത്, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവുന്നത്. റെസിഡന്റ് ആവുന്നത് ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ ദാറ്റ് പേഴ്സൺ ഇസ് റെസിഡന്റ്. ഇപ്പൊ ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാത്ത ആളെ വി വിൽ ട്രീറ്റ് ദാറ്റ് പേഴ്സൺ ആസ് നോൺ റെസിഡന്റ്. അങ്ങനെയാണ് റെസിഡന്റും നോൺ റെസിഡന്റും തീരുമാനിക്കുന്നത്. ദാറ്റ് ഈസ് വെദർ എ പേഴ്സൺ ഇസ് റെസിഡന്റ് ഓർ നോൺ റെസിഡന്റ് എന്നുള്ളത് ബേസിക് കണ്ടീഷന്റെ ബേസിലാണ് തീരുമാനിക്കുന്നത്. ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഇസ് റെസിഡന്റ്. ഇഫ് ഇറ്റ് ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ്, അതായത് ബേസിക് കണ്ടീഷനിൽ രണ്ടും നോക്കുമ്പോൾ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ദാറ്റ് പേഴ്സൺ ഓട്ടോമാറ്റിക്കലി ബിക്കം നോൺ റെസിഡന്റ്. ഇനി റെസിഡന്റിൽ തന്നെ ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ, രണ്ട് അഡീഷണൽ കണ്ടീഷനും ഫുൾഫിൽ ചെയ്താൽ, കാരണം അഡീഷണൽ കണ്ടീഷൻ ഓർ അല്ല ആൻഡ് ആണ്, എന്ന് വെച്ചാൽ ടുഗദർ യു ഹാവ് ടു മീറ്റ്. അപ്പോൾ രണ്ട് അഡീഷണൽ കണ്ടീഷനും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പേഴ്സൺ ആൻ ഇൻഡിവിജ്വൽ ക്യാൻ ബി സെഡ് ടു ബി ആസ് ഓർഡിനറി റെസിഡന്റ്. ബട്ട് ഇഫ് ഹി ഫെയിൽസ് ടു മീറ്റ് ദ അഡീഷണൽ കണ്ടീഷൻ, അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്, ഒന്നാമത്തേതായാലും രണ്ടാമത്തേതായാലും. കാരണം ആസ് ഐ സെഡ്, അഡീഷണൽ കണ്ടീഷൻ രണ്ടും ഒരുമിച്ച് തന്നെ മീറ്റ് ചെയ്യണം. സോ ഇൻ ദ സെൻസ് ദാറ്റ് ഒരു വ്യക്തി ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തു ഏതെങ്കിലും ഒരെണ്ണം, അഡീഷണൽ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തില്ല എങ്കിൽ അത് ഒന്നായാലും രണ്ടായാലും, കാരണം അവിടെ രണ്ടും ടുഗദർ ആയിട്ട് മീറ്റ് ചെയ്താലേ പർപ്പസ് സെർവ് ചെയ്യുള്ളൂ. ഇപ്പൊ ഫസ്റ്റ് വൺ മീറ്റ് ചെയ്തു, സെക്കൻഡ് വൺ മീറ്റ് ചെയ്തു, അല്ലെങ്കിൽ സെക്കൻഡ് വൺ മെറ്റ്,
ഫസ്റ്റ് വൺ മീറ്റ് ചെയ്തില്ല, അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ ദാറ്റ് പേഴ്സൺ ഇസ് കൺസിഡേർഡ് ആസ് ഓർ ദാറ്റ് ഇൻഡിവിജ്വൽ ഇസ് കൺസിഡേർഡ് ആസ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഹോപ്പ് ഇപ്പൊ എല്ലാവർക്കും ഈ ഒരു റൂളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓൾ ഓഫ് യു പ്ലീസ് റെസ്പോണ്ട്. ക്ലിയർ ആണോ അത്? Yes, sir. Yes, ma'am. Yes, ma'am. എല്ലാവരും ചാറ്റ് ബോക്സ് യൂസ് ചെയ്ത് റിപ്ലൈ ചെയ്താലും മതി. കാരണം ഇപ്പൊ എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ others can post in the chat box. Okay. So moving to the problem. Google Docs കാണുന്നുണ്ടോ? Yes, ma'am. So 15 questions ആണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. We can see how much you will be able to finish by that time. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഇതെല്ലാം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, one minute. എല്ലാ ക്വസ്റ്റ്യൻ്റെ കേസിലും വരുമ്പോഴത്തേക്കും അസസ്മെന്റ് ഇയർ ഇസ് 2021, സ്പെസിഫിക് April 1, 2021 to March 31, 2021. And in the case of previous year, just I made a trial. So in the case of previous year, it will be from April 1 2020 to March 31, 2020. ഇത് എല്ലാ കേസിലും മീൻസ് ഇൻ ഓൾ ദി ക്വസ്റ്റ്യൻസ് നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. പിന്നെ വിത്ത് റിഗാർഡ് ടു ദി ബേസിക് കണ്ടീഷനിൽ ഓർക്കേണ്ട ഒരു കാര്യം, യു നീഡ് ടു നോ ദ preceding 4 previous year. That is 4 years, അങ്ങനെ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. 4 years preceding the previous year. വിസിബിലിറ്റിയിൽ ഇഷ്യൂസ് വല്ലതും ഉണ്ടെങ്കിൽ പറയണേ. കാരണം ഐ ആം യൂസിങ് ലാപ്ടോപ്പ് ആണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. So relevant previous year. Relevant previous year എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴേ പറഞ്ഞ പോലെ (2022) ആണ് അസസ്മെന്റ് ഇയർ, ആൻഡ് പ്രീവിയസ് ഇയർ അപ്പോൾ റെലവൻറ്റ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2020-21 ആണ്. അപ്പോൾ 4 years preceding the previous year.
1920, 1819. Just going back. 1780. Okay, clear. ഇതാണ് സെക്കൻഡ് ബേസിക് കണ്ടീഷൻ നമുക്ക് വേണ്ട ഒരു കാര്യം. This is common to all the questions. നമ്മൾ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനിലും റെലവൻറ്റ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2020-21 അതിന് മുന്നേ ഉള്ള പ്രീവിയസ് ഇയർ 4 years preceding the previous year. So we can go to the first question, the first part. Ascertain the residential status of the assessee in the following cases for the assessment year 2021-22. So 2021-22 assessment year residential status ആണ് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. Ajay is a citizen of India. He left for Iran on 18th April 2020. So 18th April 2020 he is living in India and could not return to India till the end of the financial year. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ, ദാറ്റ് ഇസ് ദ ഫിനാൻഷ്യൽ ഇയർ മെൻഷൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ എന്തെന്ന് പറയുന്നത് കൺസേൺ ആയ പ്രീവിയസ് ഇയർ. സോ ഫസ്റ്റ് വി ക്യാൻ ചെക്ക് വെദർ ദ ബേസിക് കണ്ടീഷൻ ഇസ് മെറ്റ് ഓർ നോട്ട്. ആദ്യം അത് തന്നെയാണ് ചെയ്യേണ്ടത്. ദ ബേസിക് കണ്ടീഷൻ, ദ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സേസ് ദാറ്റ്, ഷോർട്ടായിട്ട് ഞാൻ പറയുവാണ്, ദ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് 182 days or more. 182 days or more to be stayed in India. അതാണ് ഫസ്റ്റ് ബേസിക് കണ്ടീഷന്റെ ക്രക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 18th ഏപ്രിലിന് പോയ അജയ്, ഹി കുഡ് നോട്ട് റിട്ടേൺ ബാക്ക്. നമ്മുടെ പ്രീവിയസ് ഇയർ വരെ ദാറ്റ് അജയ് എന്ന് പറയുന്ന സിറ്റിസൺ, ഹി കുഡ് നോട്ട്, വെദർ ഹി ഈസ് എ സിറ്റിസൺ ഓർ നോട്ട്, ദാറ്റ് ഡസന്റ് മാറ്റർ, അയാൾക്ക് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. സോ വാട്ട് ഹാപ്പൻ? ദ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ഇസ് നോട്ട് ഫോളോ. Okay, first basic condition is not followed. Since Ajay could not return during the relevant previous year. Voice typing ayundo and cheri issues varum. I am editing that. Not satisfied would be better. The first question ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് മീൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് മീൻസ് അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതി പോകുന്നത്. സോ ദ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ് സിൻസ് അജയ് കുഡ് നോട്ട് റിട്ടേൺ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. അപ്പോൾ 182 days ഇല്ല. മൂവിങ് ടു ദി സെക്കൻഡ് ബേസിക് കണ്ടീഷൻ. ഇൻ ദി കേസ് ഓഫ് സെക്കൻഡ് ബേസിക് കണ്ടീഷൻ വാട്ട് ഹാപ്പൻസ് ഇസ് 60 days എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. പ്രീവിയസ് ഇയറിൽ 60 days. നമ്മൾ അപ്പോഴേ പറഞ്ഞ ഈ പ്രിസീഡിങ് 4 പ്രീവിയസ് ഇയറിൽ ഇൻ ടോട്ടൽ എത്ര ദിവസം ഉണ്ടായിരിക്കണം? 365 days ഉണ്ടായിരിക്കണം ടോട്ടൽ. ഇൻ ടോട്ടൽ ആണ്. പക്ഷെ ഈ സിറ്റുവേഷനിൽ ചിലപ്പോൾ മേ ബി ഈ പാർട്ട് കംപ്ലൈ ചെയ്യാം, ദ റെലവൻറ്റ് പ്രീവിയസ് ഇയറിലുള്ള 60 days അത് ഫുൾഫിൽ ചെയ്യില്ല. ഓക്കെ, ക്ലിയർ? അപ്പോൾ വി ക്യാൻ റൈറ്റ് second basic condition not satisfied since Ajay did not stayed in India at least for 60 days during the previous year. അപ്പോൾ പ്രീവിയസ് ഇയറിൽ 60 days ഇല്ല, അതുകൊണ്ട് he doesn't satisfy the second condition also. അപ്പോൾ വാട്ട് ഹാപ്പൻ? ബേസിക് കണ്ടീഷൻ തന്നെ ഫുൾഫിൽ ചെയ്യുന്നില്ല.
In that case, that assessee will be treated as എന്തായിരിക്കും ബേസിക് കണ്ടീഷൻ പോലും ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ that person will be a Non-resident. yes, he will be a non-resident for the assessment year 2021-22. So that will be our final answer. So how will you write? Hence, he is non-resident in India during the assessment year 2021-22. Okay, clear. First question, the first part clear. Now you can reply in the chat box. Since the basic condition തന്നെ fulfill ചെയ്യാത്തത് കൊണ്ട് we need not to go forward to the additional condition. നോക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ when we will check the additional condition, any one of the basic condition അല്ലെങ്കിൽ അപ്പോഴേ പറഞ്ഞ പോലെ ഒരു പെർട്ടിക്കുലർ അസസി റെസിഡന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ then we will check whether he is ordinarily resident or not ordinarily resident. Moving to the second part. Docs class കഴിഞ്ഞാൽ it will be shared as such. നമുക്ക് പിന്നീടാണെങ്കിൽ വ്യൂ ചെയ്യാനായിട്ട് പറ്റും. Okay, moving to the first question, the second part. Gautam left for USA on 10th March 2017 after having lived in India for 20 years. 20 വർഷത്തോളം ഇന്ത്യയിൽ നിന്നിട്ട് ആദ്യമായിട്ട് ഇന്ത്യയുടെ പുറത്തോട്ട് പോകുന്നത് it is on 10th March 2018. He returned to India on 10th September 2020. Okay, 10th September 2020. See, in this case, കഴിഞ്ഞ ക്വസ്റ്റനിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജയ് എന്ന് പറയുന്ന സിറ്റിസൺ ഓർ അസസി തിരിച്ചു വന്നിട്ടേ ഇല്ല നമ്മുടെ പ്രീവിയസ് ഇയറിൽ. ഈസ് നോട്ട് ഇൻ ഇന്ത്യ. പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിലേ ഇല്ല. അതുകൊണ്ട് നമ്മൾ വേറൊന്നും ഫർദർ നോക്കിയില്ല. ബട്ട് ഇൻ ദിസ് ക്വസ്റ്റ്യൻ, ഗൗതമിന്റെ ക്വസ്റ്റ്യനിൽ ഹി സ്റ്റേ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. സ്റ്റേ ഡ്യൂറിംഗ് പ്രീവിയസ് ഇയർ. ഇൻ ദാറ്റ് കേസ് it is 10th September 2020 to 31st March 2021. ഇത്രയും ദിവസമാണ് ആ പേഴ്സൺ അല്ലെങ്കിൽ അസസി is in India. അപ്പൊ സെപ്റ്റംബർ 10 തൊട്ട് 31st മാർച്ച് വരെ എന്താണ് there will be more than 6 months. സെപ്റ്റംബർ തൊട്ട് നിങ്ങൾ മാർച്ച് വരെ നോക്കിയാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് 3 months ഉണ്ട്. ലൈക്ക്വൈസ് സെപ്റ്റംബർ ഫുൾ ഇല്ല, ലിവ് ഇറ്റ്. ഒക്ടോബർ നവംബർ ഡിസംബർ is 3 months. ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് അങ്ങനെ എടുത്താൽ തന്നെ 6 മാസമുണ്ട്. ഇഫ് 6 months സ്റ്റേ ഉണ്ടെങ്കിൽ ഈ പറയുന്ന 182 മീറ്റ് ചെയ്യും. 30 ദിവസം ആണെങ്കിൽ പോലും. ഓക്കെ, 182 ആണ്. ഇവിടെ അതിലും കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സെപ്റ്റംബറിൽ എത്ര ദിവസമുണ്ട്, ഒക്ടോബറിൽ എത്ര ദിവസമുണ്ട്, നവംബർ ഹൗ മെനി ഡേയ്സ്, ഡിസംബർ ഹൗ മെനി ഡേയ്സ്, യു ഹാവ് ടു മേക്ക് എ സ്പ്ലിറ്റ്. അങ്ങനെ കൗണ്ട് ചെയ്തെടുക്കണം. പക്ഷെ ഈ കേസിൽ ഞാൻ പറഞ്ഞാല് ഓൾറെഡി നിങ്ങൾ മെജോറിറ്റി ആൾക്കാർ പഠിച്ചിട്ടുള്ളത് കൊണ്ട്, മീൻസ് ടാക്സ് ഓൾറെഡി സ്റ്റഡീഡ് ആയതുകൊണ്ട്, PG ലെവലിലായതുകൊണ്ട് യു നീഡ് നോട്ട് ടു ടേക്ക് ദാറ്റ് മച്ച് സ്പ്ലിറ്റ്. വേണമെന്നുള്ളവർക്ക് തൃപ്തി വരാൻ വേണ്ടിയിട്ട് ചെയ്യാം. 10th September
ാണ് വന്നത് 30th സെപ്റ്റംബർ വരെ. സെപ്റ്റംബർ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പൊ അങ്ങനെ ലാംഗ്വേജ് എന്താണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗിൽ ഇപ്പോഴും സ്റ്റിൽ ദർ ആർ സം ഇഷ്യൂസ്. അതുകൊണ്ടാണ് നമുക്ക് വോയിസ് ടൈപ്പിംഗ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇൻ സർട്ടൻ കൈൻഡ് ഓഫ് എമർജൻസീസ് യു ക്യാൻ യൂസ്. അപ്പോൾ ഇങ്ങനെ യു ക്യാൻ കൗണ്ട് ദ ഡേയ്സ്. പക്ഷെ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഇറ്റ്സ് നോട്ട് റെലവൻറ്റ്. ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ വരും, നമ്മൾ അപ്പോഴും നോക്കാം. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഇറ്റ് ഈസ് ഇനഫ് ഓർ ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ് ദാറ്റ് പേഴ്സൺ ഹാഡ് സ്റ്റേഡ് ഇൻ ഇന്ത്യ for more than 182 days. കാരണം ഒക്ടോബറിൽ 31 ഡേയ്സ് ഉണ്ട്, നവംബർ 30 ഡേയ്സ് ഉണ്ട്, ഡിസംബർ again 31 ഡേയ്സ്, ജാനുവരി 31 ഡേയ്സ്, February, it will be the year, leap year ഒന്നും അല്ല, so 28 days, and March it will be 31 days. He returned to India on 10th September എന്നാ പറഞ്ഞിരിക്കുന്നത്. If he had arrived India, അതിപ്പോ ഡൊമസ്റ്റിക് ബോർഡർ ക്രോസ് ചെയ്തു എന്നാണ്, ഇന്ത്യയിൽ എത്തി എന്ന് പറയുന്നുണ്ട്. സോ യു ക്യാൻ കൗണ്ട് ദ 10 in the September also. അല്ലെങ്കിൽ ലൈക്ക് വൈസ് വേറെ അത്ര വലിയ ഇതായിട്ടൊന്നും പോകണ്ട. യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഡയറക്ട്ലി 20 days. 21 days ആയാലും ഒരു ദിവസത്തെ വ്യത്യാസമേ വരത്തുള്ളൂ. ബട്ട് ഇറ്റ് വോണ്ട് മേക്ക് എനി ചേഞ്ച് ഇൻ യുവർ ബേസിക് കണ്ടീഷന്റെ ഫുൾഫിൽമെന്റ് നോക്കാനായിട്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. അപ്പൊ 182 days or more ഉണ്ട്. First basic condition is satisfied since Gautam stayed in India for more than 182 days during the previous year. ഏതെങ്കിലും ഒരെണ്ണം മതി, that's enough. So you need not to go after the second basic condition. The first one is satisfied, don't go after the second. And moving to the additional condition. Additional condition പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 10th March 2018 is living India. 10th March 2018 പോകുന്നത്. നമ്മൾ പറഞ്ഞു 2 out of the 10 years preceding the previous year. Additional conditionന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 2 out of 10 years preceding the previous year. അപ്പൊ അത് ഓഫ് കോഴ്സ് എന്തായാലും ഫോളോ ചെയ്യും. കാരണം പ്രീവിയസ് ഇയേഴ്സ് 10 years എടുക്കുമ്പോൾ എന്തായാലും 2 year ഉണ്ട്. 2018 അല്ലേ പോകുന്നുള്ളൂ. അപ്പൊ അതിന് മുന്നേ ഉള്ള ഇയർ ഒക്കെ ഗൗതം ഈസ് ഇൻ ഇന്ത്യ. And the second additional condition is the assessee has been in India for a period of 730 days or more. Preceding 7 വർഷം എടുത്താൽ 730 days എങ്കിലും ഉണ്ടായിരിക്കണം. സോ പ്രിസീഡിങ് 7 years എന്ന് പറയുമ്പോഴത്തേക്കും ഈ നമ്മുടെ പ്രീവിയസ് ഇയർ ആയ 2021 മുന്നേ 7 years. 18 പോകുന്നത്. അപ്പൊ അതിന് മുന്നേ ഉള്ള എല്ലാ വർഷവും ഇന്ത്യയിലുണ്ട് എന്ന് തന്നെ അസ്യൂം ചെയ്യണം. അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് അഡീഷണൽ കണ്ടീഷൻ വിൽ ഓൾസോ ബി സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഇൻ ദിസ് കേസ് ഗൗതമിന്റെ കേസിൽ ഫസ്റ്റ് ആൻഡ് ദി സെക്കൻഡ് അഡീഷണൽ കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ്. Hence we can say that
he is ordinarily resident in India. Both the additional conditions are satisfied and he is ordinarily resident in India for the assessment year 2021-22. Okay, clear. Any doubts? All of you please reply. Clear ആണോ അല്ലേ എന്നുള്ളത് reply ചെയ്യുക. Then I will move on to the next question. Okay. Okay. So all are replying. Thank you for that. Second question. Mr. X, an England cricket player, comes India since 2006-7. Sorry, 7-8. Every year to play cricket and stays here for 120 days. എന്ന് പറഞ്ഞാൽ 2007-8 തൊട്ട് എല്ലാ വർഷവും 120 ദിവസം സ്റ്റേ ചെയ്യും. ഇന്ത്യയിൽ വരികയും ചെയ്യും, സ്റ്റേ ചെയ്യുകയും ചെയ്യും. State his residential status for the assessment year 2021-22. With regard to the first basic condition, ആദ്യത്തെ ബേസിക് കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്നത് എത്ര ദിവസം ഉണ്ടായിരിക്കണം എന്നാണ്? 182 days ഉണ്ടായിരിക്കണം എന്നാണ്. അതെന്തായാലും ഈ എക്സിന്റെ കേസ് നോക്കാൻ പറ്റില്ല. കാരണം എവറി ഇയർ ഹി കംസ് ടു ഇന്ത്യ, പക്ഷെ എത്ര ദിവസം നിൽക്കുന്നുള്ളൂ? 120 days നിൽക്കുന്നുള്ളൂ. ക്ലിയർ? പക്ഷേ ഫസ്റ്റ് കണ്ടീഷൻ വി ക്യാൻ ലീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ first basic condition is not satisfied. So moving to the second basic condition, first one satisfied, we will move on to the second condition. Second condition il parayunnathu relevant previous year 60 days ഉണ്ടായിരിക്കും. It is satisfied. കാരണം 120 ദിവസം ഉണ്ടല്ലോ. And also preceding previous years എടുക്കുമ്പോൾ 4 previous years മുന്നോട്ടുള്ള 4 previous year എടുക്കുമ്പോൾ relevant previous year ആയ 2020-21 60 days വേണമെന്നാണ്. ബട്ട് ഹിയർ ഇറ്റ് ഇസ് 120 days ആണ് ഉള്ളത്. 60 is enough. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എഴുതുന്നത്. ഇത്രയും ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. വെദർ ഇറ്റ് ഇസ് സാറ്റിസ്ഫൈഡ് ഓർ നോട്ട്, അതിന്റെ റീസൺ ഇത്ര എഴുതിയാൽ മതിയാവും. ഇൻ ടോട്ടൽ 365 days ഉണ്ടായിരിക്കണം ഈ 4 വർഷം എടുക്കുമ്പോൾ. സി എല്ലാ വർഷവും 120 ദിവസം വെച്ച് വരുന്നുണ്ട്. In all the years he is visiting India 2007-8 മുതൽ എല്ലാ വർഷവും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ വർഷവും 120 ദിവസം ഇന്ത്യയിലുണ്ട്. സോ നമ്മൾ പറഞ്ഞത് 365 മതി, 365 days വേണമെന്നാണ്. ബട്ട് ഇൻ ദിസ് കേസ് ഇറ്റ് ബിക്കംസ് 480 days ഉണ്ട്. What is enough? 365 is enough to satisfy the condition. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ബേസിക് കണ്ടീഷന്റെ ആദ്യത്തെ പാർട്ട് 60 days സ്റ്റേയും പ്രിസീഡിങ് 4 previous year എടുത്താൽ 365 days സ്റ്റേയും വേണം. അപ്പൊ ഇത് രണ്ടും ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഈവൻ ദോ അത് 2 ഭാഗമായിട്ടാണ് എഴുതിയിരിക്കുന്നെങ്കിലും അത് ഒരുമിച്ച് തന്നെ മീറ്റ് ചെയ്യണം. 60 ദിവസം ഉണ്ടായിരിക്കണം. ഇപ്പോഴത്തെ പ്രീവിയസ് ഇയറിന് മുന്നോട്ടുള്ള 4 വർഷങ്ങൾ അല്ലെങ്കിൽ ബാക്കിലോട്ട് നോക്കുമ്പോൾ 4 വർഷം എടുക്കുമ്പോൾ 365 ദിവസം ഇൻ ടോട്ടൽ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ദാറ്റ് പേഴ്സൺ സാറ്റിസ്ഫൈ ദ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ. സോ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ is satisfied.
For resident ആണ്. For resident ayal, next what we have to look is whether he is ordinarily resident or not ordinarily resident. Basic condition first one പറയുന്നത് the assessee resident ആയ ഒരു assessee അതായത് ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഫുൾഫിൽ ചെയ്ത ഒരു assessee അറ്റ്ലീസ്റ്റ് 2 out of the 10 years preceding the previous year ഉണ്ടായിരിക്കും. പ്രീവിയസ് ഇയറിന് മുന്നോട്ടുള്ള 10 വർഷം എടുക്കുമ്പോൾ 2 years 2 out of the 10 years preceding the relevant previous year. അതെന്തായാലും ഈ പെർട്ടിക്കുലർ പേഴ്സന്റെ കേസിൽ ആപ്ലിക്കബിൾ ആകും. കാരണം ഹി ഈസ് വിസിറ്റിംഗ് ഇൻ ഇന്ത്യ ഫ്രം 7-8. ഓക്കെ, 2020 മുന്നോട്ടുള്ള 10 വർഷം എന്ന് പറയുമ്പോഴത്തേക്കും 2010 ഓൺവേർഡ്സ് പിന്നീട് എല്ലാ വർഷവും 120 ഡേയ്സ് ഉണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ ഇസ് ഫുൾഫിൽഡ് ബിക്കോസ് ഹി ഈസ് വിസിറ്റിംഗ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ എല്ലാ വർഷവും റെസിഡന്റ് ആവുന്നുണ്ട്. 2 years ഉണ്ടായിരിക്കണമെന്നേ പറയുന്നുള്ളൂ. 2 years ഉറപ്പായിട്ടും, 10 വർഷം എടുത്ത് നോക്കിയാൽ 2 years ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ ഇസ് അറ്റ്ലീസ്റ്റ് 730 days ഉണ്ടായിരിക്കണം 7 years പ്രൊസീഡ് ചെയ്യുമ്പോൾ. 4 വർഷം എടുത്തപ്പോൾ തന്നെ ഇറ്റ് ഇസ് 480. പിന്നെ ഒരു അടുത്ത ഒരു 3 വർഷം കൂടി എടുക്കുമ്പോഴത്തേക്കും യു ക്യാൻ ഇമാജിൻ എത്ര ഡേയ്സും കൂടെ കൂടുതൽ വരുമെന്ന്. സോ ഇൻ ടോട്ടൽ എത്ര ഡേയ്സാ പറഞ്ഞേക്കുന്നത്? 730 days ആണ് പറഞ്ഞത്. 730 days. ഇപ്പൊ 120 days വെച്ച് 7 years എടുത്താൽ പോലും 840 days ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ബേസിക് കണ്ടീഷനകത്ത് 7 years preceding previous year. 120 days വെച്ച് എല്ലാ വർഷവും വരുന്നുണ്ട്. അങ്ങനെ തന്നെ എടുത്താൽ 840 days വരും. കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്നത് 7 വർഷം എടുക്കുമ്പോൾ 730 days വേണം. So 730 is enough. Again, the second condition is also fulfilled. So both the additional conditions are satisfied. Both the additional conditions are satisfied and Mr. X is ordinarily resident for the assessment year 21-22. അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യട്ടെ. Any doubts? You can reply in the chat box. Okay. Moving to the third question. Sri Amitabh Bachchan, an Indian citizen, went to America on 1st April 2020 for a film shooting. Due to ill health, he had stayed there just after shooting. He came back to India on 25th September 2020. He had to go again on 8th December 2020 and return to India on 15th February 2021. Is Sri Amitabh Bachchan a resident in India for the assessment year 2021-22? If not, why? So this is the question. In this case, we have studied that there is an
exception to the 60 days stay. നമ്മൾ പഠിച്ചു ബേസിക് കണ്ടീഷനിൽ ഒരു 60 ഡേയ്സ് എക്സെപ്ഷൻ ഉണ്ട്. ഇഫ് ആൻ ഇൻഡിവിജ്വൽ or a citizen of India lives India during the previous year, ഇന്ത്യൻ ഷിപ്പിന്റെ ക്രൂ ആയിട്ടോ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് പർപ്പസിനോ വേണ്ടി പ്രീവിയസ് ഇയറിൽ നമ്മുടെ ഇപ്പോഴത്തെ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ ഇന്ത്യ വിട്ടു പോവുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് 60 ഡേയ്സ് അല്ല, എത്ര തന്നെയാണ് നോക്കേണ്ടത്? 182 തന്നെയാണ് നോക്കേണ്ടത്. കാരണം ഒരു ജോലിക്ക് വേണ്ടി പോകുന്ന ഒരാളാണല്ലോ. അല്ലെങ്കിൽ ഇന്ത്യൻ ഷിപ്പിന്റെ ക്രൂ ആണെങ്കിലും ഇറ്റ്സ് ഓൾസോ ദിസ് എംപ്ലോയ്മെന്റ്. സെക്കൻഡ് കേസ് എക്സെപ്ഷൻ വരുന്നത് ആൻ ഇൻഡിവിജ്വൽ ഓർ എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇന്ത്യയിൽ വിസിറ്റിന് വരുന്ന സിറ്റുവേഷൻ. അതായത് ഇന്ത്യൻ സിറ്റിസൺ തന്നെ പുറത്ത് എബ്രോഡ് വർക്ക് ചെയ്യുന്ന ആള് ഇന്ത്യയിലേക്ക് വിസിറ്റിന് വരുന്ന കേസ്. അപ്പൊ ഈ രണ്ട് കേസിലും 60 ദിവസമല്ല എടുക്കേണ്ടത്, മറിച്ച് 182 ഡേയ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. So in that situation, here Kerala High Court has made an verdict decision during 2013. 2013 ഒരു കേസ് വേർഡിക്ട്. അത് പ്രകാരം ദി എംപ്ലോയ്മെന്റ്, നമ്മൾ ടാക്സിൽ പഠിച്ച എംപ്ലോയ്മെന്റ് എന്ന വേർഡ്, എംപ്ലോയ്മെന്റ് ഇൻക്ലൂഡ്സ് സെൽഫ് എംപ്ലോയ്മെന്റ്, ബിസിനസ് ഓർ പ്രൊഫഷൻ. അതായത് കോമൺ ഡെഫിനിഷൻ അല്ല പറയുന്നത്. ഒരു കേസ് കൊടുത്തു, ഈ ഇവിടത്തെ സിറ്റുവേഷനിൽ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരും എന്നുള്ള എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട്. അപ്പോ ഇൻ ദ എക്സെപ്ഷൻ പാർട്ട് എംപ്ലോയ്മെന്റ് മീൻസ് എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുക്കാം. Kerala High Court has held that employment includes self-employment like business or profession taken up by the assessee abroad. ഓക്കെ, അപ്പൊ കേരള ഹൈക്കോർട്ടിന്റെ വേർഡിക്റ്റ് പ്രകാരം ഹൈക്കോർട്ട് വേർഡിക്റ്റ് പ്രകാരം സെൽഫ് എംപ്ലോയ്മെന്റ് ലൈക്ക് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ വിൽ ഓൾസോ ബി കൺസിഡേർഡ് ആസ് എംപ്ലോയ്മെന്റ്. അപ്പൊ ഇൻ ദിസ് സിറ്റുവേഷൻ when Amitabh Bachchan went outside for his professional purpose, it will also be considered to be an exception. അതുകൊണ്ട് ബേസിക് കണ്ടീഷനിൽ നമ്മൾ 60 ഡേയ്സ് എന്ന് പറയുന്ന നോക്കത്തില്ല, വി വിൽ കൺസിഡർ 182 ഡേയ്സ്. ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ പറയുന്നത് ഒരു അസസി ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സോ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം. ആ കണ്ടീഷൻ അല്ല എങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ എന്നാ പറയുന്നത്. അപ്പോൾ ഇൻ സച്ച് എ കേസ് ഇവിടെ വരുമ്പോൾ സെക്കൻഡ് കണ്ടീഷൻ നോക്കുമ്പോഴും 60 ഡേയ്സ് അല്ല നോക്കേണ്ടത്. സെക്കൻഡ് ബേസിക് കണ്ടീഷനിലും 60 ഡേയ്സ് അല്ല നോക്കേണ്ടത്. ദർ ഓൾസോ യു ഹാവ് ടു ചെക്ക് ദി 182 ഡേയ്സ്. 182 ഡേയ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അത് കൂടാതെ 4 years preceding the previous year ഉണ്ടോ എന്നും നോക്കണം. We can check with this relevant question. He went to America on 1st April 2020 and came back to India on 25th September. അപ്പോൾ സി നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയർ ആദ്യം നമ്മൾ പറഞ്ഞ റെലവൻറ്റ് പ്രീവിയസ് ഇയർ ഏപ്രിൽ തൊട്ട് മാർച്ച് വരെ. ഏപ്രിൽ 1 തന്നെ അമിതാഭ് ബച്ചൻ is living India and he came back only on 25th September. അപ്പോൾ 25th September 2020 തൊട്ട് is in India.
8th September, he had to go again out of India. So 8th December 2020. Again, he returned to India 15th February. 15th February 2021, he reached back. അതിനുശേഷം പോയതായി പറയുന്നില്ല. അപ്പോൾ we can assume that Amitabh Bachchan is in India from 15th February to 31st March 2020. So this is the number of days stayed in India. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ദിവസങ്ങളാണ്. And we have to ensure that first part എന്ന് പറയുന്നത് 182 days ഉണ്ടോ എന്നുള്ളതാണ്. 2013 Commissioner of Income Tax versus അതൊന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ട് O. Abdullah. That is a specific case. Abdul Razak. The number of days എന്ന് പറയുമ്പോഴത്തേക്കും in September 25th September തൊട്ടുണ്ട്. So September you can take 30 days ആണ്. അപ്പോൾ സെപ്റ്റംബറിൽ 5 days. October he is in full. അപ്പോൾ ഒക്ടോബറിൽ 31 days. November again November 30 days. ഡിസംബറിൽ 8 days ഉണ്ടായിരുന്നു. (36, 66 and 8). It is 74 days. And specific ആയിട്ട് നോക്കണ്ട, മോസ്റ്റ്ലി 182 ഡേയ്സ് കൂടുതലാണ്. പക്ഷെ ഇവിടെ സ്പ്ലിറ്റ് ഉള്ളതുകൊണ്ട് സ്കെയിൽ യു ഹാവ് ടു എൻഷുർ കറക്റ്റ് ഡേയ്സ് ഉണ്ടോ. 15th February വരുന്നു. അപ്പോൾ 15th till നമ്മൾ പറഞ്ഞു ലീപ് ഇയർ ഒന്നുമല്ല, അപ്പോൾ 28 days ആയിരിക്കും. 13 days ഉണ്ടായിരുന്നു. 31st March വരെ ഉണ്ട്. 31 days ഉണ്ട്. So it is 44 days. See, number of days of stay during the previous year is 74 days ഉണ്ടായിരുന്നു. പിന്നെ 44 days ആണ്. And we can say 118 days ഉണ്ടായിരുന്നു nearly. So we have said earlier employment purpose and 182 days ആണ് നോക്കേണ്ടത്. അപ്പോൾ 182 days മീറ്റ് ചെയ്യുന്നില്ല. So meaning he is a non-resident. What we can give as an explanation is Shri Amitabh Bachchan went outside India for employment purpose and he was not in India for at least 182 days during the previous year. Hence, he is non-resident in India. Okay, fine. Clear ആയോ? എങ്കിൽ we can move on to the fourth question.
can reply in the chat box. Okay, fine. Moving to the fourth question. Vishnu follow ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. റിപ്ലൈ ഒന്നും കാണുന്നില്ല എനിക്ക്. ഓക്കെ, റിപ്ലൈഡ്. ഓക്കെ, ഫൈൻ, താങ്ക് യു. സോ ദി ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആദ്യം പഠിക്കുന്നതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നേരിട്ടായിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് എക്സ്പ്ലെയിൻ മച്ച് മോർ. ഓക്കെ, ഫൈൻ. ഓക്കെ. Mr. X left for Japan on 15th March 2018 after staying in India for 15 years. Okay, 15 വർഷത്തോളം ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ട് a person X is living in India on 15th March. He came back. അന്ന് പോയ ആള് തിരികെ വന്നു. And that he came back on 31st August. അപ്പം നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ സ്റ്റേ എന്ന് പറയുന്നത് 31st August 2020 തൊട്ട് 31st March 2021. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ആരും ഡൗട്ട് ചോദിക്കുന്നില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട് ഞാൻ അഡ്രസ് ചെയ്യാം. നിങ്ങൾ നോക്കേണ്ടത് ഇങ്ങനെയാണ്: നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് സ്റ്റേ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ആദ്യം നോക്കണം. During previous year first. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നോക്കേണ്ടത്. ദെൻ നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് സ്റ്റേ, ഡേയ്സ് ആവാം, ചിലപ്പോൾ ഇയർ ആയിരിക്കും. അത് ഏത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു അതിനനുസരിച്ച്. of stay during preceding previous year. മുന്നോട്ടുള്ള വർഷങ്ങൾ, പ്രീവിയസ് ഇയറിന് മുന്നോട്ടുള്ള വർഷങ്ങൾ അല്ലെങ്കിൽ ഡേയ്സ്. അത് ഓരോ കണ്ടീഷൻ എങ്ങനെ വരുന്നു അതിനനുസരിച്ച്. പക്ഷെ എസെൻഷ്യലി ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം ഉണ്ടായിരിക്കണം, അതാണ് നമ്മുടെ പ്രൈം കൺസേൺ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത, അതായത് മുന്നോട്ട് എത്ര വർഷങ്ങൾ, അതായത് മുൻപ് പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എത്ര വർഷം ഉണ്ടായിരുന്നു എന്നൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ 31st August മുതൽ 31st March 2020 വരെ ഉണ്ട്. ഈ കെയിം ബാക്ക് എന്ന് പറഞ്ഞ, അപ്പോൾ ഓഗസ്റ്റിൽ ടേക്ക് ഇറ്റ് ആസ് 1 day. In the case of September, October, November till March. More than 6 months under, so we can say that first basic condition is fulfilled. കാരണം 60 days വേണമെന്നേ പറയുന്നുള്ളൂ. So the first basic condition is fulfilled. Moving to the second basic condition, 182 days, sorry, first basic condition is 182 days എങ്കിലും ഉണ്ടായിരിക്കണം. So the first basic condition is
satisfied. Moving to the second basic condition, 182 days ഉണ്ടായിരിക്കണം, 60 days ഉണ്ടായിരിക്കണം. അത് കൂടാതെ rather than that 60 days, out of the 4 years preceding the previous year, he must be in India for 365 days. First basic condition 182 days എന്നുള്ളതിൽ here more than 182, nearly 212 days എങ്ങാണ്ട് ഉണ്ട്. If you add up, there are 212 days stay ചെയ്യുന്നുണ്ട്. അപ്പോൾ first basic condition is satisfied. Moving to the second basic condition, the first part 60 days satisfied ആണ്. ഇനി preceding 4 previous year. We take the preceding 4 previous year. Preceding 4 previous years എടുക്കുമ്പോഴത്തേക്കും 2018 മാർച്ചിൽ March 15 ആണ് പോകുന്നത്. അപ്പോൾ 15 ഡേയ്സ് ഉണ്ടായിരുന്നു. 15 ഡേയ്സ് മാത്രമാണ് ആ പെർട്ടിക്കുലർ പ്രീവിയസ് ഇയറിൽ മാർച്ചിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ബാക്കി പോയിട്ട് ആ റിമൈനിങ് ഉള്ള 31st വരെയുള്ള പീരീഡ് പോയിട്ട് ബാക്കി എല്ലാ ദിവസവും ആ പെർട്ടിക്കുലർ പ്രീവിയസ് ഇയറിലുണ്ട്. ദാറ്റ് ഈസ് ഇൻ ദിസ് പ്രീവിയസ് ഇയർ. ഈ 2 പ്രീവിയസ് ഇയറും ഹി ഈസ് ഔട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഇല്ലാത്ത വർഷങ്ങളായിരുന്നു. കാരണം മാർച്ച് 15th മാർച്ച് 18 ഹി ഈസ് ലിവിങ് ഇന്ത്യ. അപ്പോൾ 365 ഡേയ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ആ 365 ഡേയ്സിൽ നിന്നും 15th മാർച്ച് ഹി ലെഫ്റ്റ്. അപ്പോൾ 15th മാർച്ച് പോയാൽ ബാക്കി വരുന്ന 16 ഡേയ്സ് ഇന്ത്യയിലില്ല. ഡേയ്സ് ആ വർഷമുണ്ട്. അടുത്ത വർഷം ഫുൾ ഉണ്ടാവും. കാരണം എങ്ങോട്ട് പോകുന്നതായിട്ടോ ഒന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ പ്രിസീഡിങ് 4 പ്രീവിയസ് ഇയേഴ്സ് എടുക്കുമ്പോൾ വാട്ട് വി റിക്വയർ ആസ് പെർ ദ കണ്ടീഷൻസ് മൊത്തത്തിൽ 365 ദിവസം മതി. ഹിയർ അതിനേക്കാൾ കൂടുതലായാലും സ്റ്റേ ചെയ്യുന്നുണ്ട്. ഓക്കെ. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ also satisfied. നമ്മൾ ജസ്റ്റ് എൻഷർ ചെയ്തതേ ഉള്ളൂ. ഈ എൻഷർ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഡീഷണൽ കണ്ടീഷൻ നോക്കുമ്പോൾ ഇറ്റ് ഹെൽപ്സ് അസ്. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ കൂടെ ചെക്ക് ചെയ്തോളൂ. ഇറ്റ് ഇസ് നോട്ട് നെസസറി ടു ചെക്ക് ദ ഫ്രീ. ഇനി മൂവിങ് ഓൺ ടു ദി അഡീഷണൽ കണ്ടീഷൻ, 2 years ഔട്ട് ഓഫ് ദ 10 preceding previous year. 10 preceding previous years എടുക്കുമ്പോൾ 2 years എങ്കിലും ഉണ്ടാവണം. അതെന്തായാലും കാണും. ബിക്കോസ് ഓൺലി 2 years മാത്രമേ ഇന്ത്യയിൽ ഇല്ല എന്ന് പറയുന്നുള്ളൂ. ഓക്കെ. അതിന് മുന്നോട്ട് 15 വർഷം ഇന്ത്യയിൽ നിന്നിട്ടാണ് സ്റ്റേ ചെയ്തിട്ടാണ് പോയിരിക്കുന്നതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ the first additional condition is satisfied because he left India after staying for 15 years. The associate has been in India for a period of 730 days. ഇതാണ് ഞാൻ പറഞ്ഞത്. 730 ദിവസം 7 വർഷം എടുക്കുമ്പോൾ ഉണ്ടായിരിക്കണം.
എന്തിനാ ഈ 7 വർഷത്തേക്ക് പോകുന്നത്? സി ഇഫ് യു ആഡ് അപ്പ് ദീസ് ടു, അതായത് നമ്മൾ 4 വർഷം എടുക്കുമ്പോൾ തന്നെ ആ 4 വർഷങ്ങൾക്കുള്ളിൽ മോർ ദാൻ 700 ഡേയ്സ് ഉണ്ട് 4 വർഷം എടുക്കുമ്പോൾ തന്നെ. അപ്പോൾ പിന്നെ ഇതിന് മുന്നോട്ടുള്ള എല്ലാ വർഷവും ഹി വാസ് ഇൻ ഇന്ത്യ, അതായത് മുന്നോട്ടുള്ള പ്രിസീഡിങ് 7 പ്രീവിയസ് ഇയർ എടുത്താലും 7 പ്രീവിയസ് ഇയറിലും ഹി ഈസ് ഇൻ ഇന്ത്യ. എങ്ങോട്ടും പോയതായിട്ടോ വിസിറ്റ് ചെയ്തതായിട്ടോ ഒന്നും പറയുന്നില്ല. സോ ദി സെക്കൻഡ് additional condition is also satisfied. Since he stayed more than 730 days during the 7 years preceding the previous. എന്തുകൊണ്ട് സാറ്റിസ്ഫൈ ചെയ്തു എന്നെങ്കിൽ എന്തുകൊണ്ടാണ് അത് സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുള്ള ആ ഒരു റീസൺ 1-2 സെന്റൻസിലാക്കി നിങ്ങൾക്ക് ചുരുക്കി എഴുതാം. ഓക്കെ, അപ്പോൾ ഇൻ ദ സിറ്റുവേഷൻ ഒരു ബേസിക് കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അത് നമ്മൾ നോക്കിയായിരുന്നു. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ഇറ്റ് സെൽഫ് ഇസ് സാറ്റിസ്ഫൈഡ്, പിന്നെ both the additional conditions are satisfied. So our final answer would be he is a ordinarily resident. Mr. X is ordinarily resident for the assessment year 2021-22 since he followed one basic condition and both the additional conditions. Ordinarily resident. Clear? Remaining questions, ഞാൻ 5th question കൂടി I will discuss because Indian origin അല്ലാത്തതും വരുന്ന ഒരു question. 5th question also I will discuss. ഇന്നത്തെ ക്ലാസ്സിൽ റിമൈനിങ് ക്വസ്റ്റ്യൻ we will discuss as a quick. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 6th question തൊട്ട് 15th question വരെ ഇൻഡിവിജ്വലായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ മാത്രമേ പറയുന്നുള്ളൂ. You just go through the 6th question till 15th question. തന്നെ ചെയ്യാൻ ശ്രമിക്കുക. I will quickly discuss the answers in the next class. എന്നിട്ട് we will continue our discussion with the next person, അതായത് firm AOP അവരുടെയൊക്കെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. So the last question for today's discussion. X is a foreign citizen. X is a foreign citizen. Since 2000, he comes to India every year in the month of April for 105 days. April വരും 5 ദിവസം സ്റ്റേ ചെയ്യും. അതാണ് അവർ ആ ഷോർട്ടായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. 2000 ഇയർ തൊട്ട് he is visiting. Find out the residential status of X for the assessment year. Sub-question A. X is not a person of Indian origin. He was not a person born ആയിട്ട്, അതായത് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഇന്ത്യൻ ഒറിജിൻ ആയ ഒരു വ്യക്തിയല്ല. പക്ഷെ നമ്മൾ നോക്കേണ്ട കാര്യം വെദർ ഹി ഈസ് ഇന്ത്യൻ ഒറിജിൻ ഓർ നോട്ട്, നമ്മൾ അവിടെ നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പൊ ഒരാൾ ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിൽ അല്ലെങ്കിൽ എന്താ വ്യത്യാസം? അവിടെയാണ് ദി എക്സെപ്ഷൻ ആപ്ലിക്കബിൾ.
ഇൻ കേസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ബീങ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഒരു സിറ്റിസണോ അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിനായ ഒരു വ്യക്തി ഒരു ഫോറിൻ രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇൻ സച്ച് എ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു റിലേറ്റീവ് ഇന്ത്യയിൽ ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ട് സെറ്റിൽസ് ഇൻ എബ്രോഡ്, അപ്പൊ ഇന്ത്യൻ ഒറിജിനായ ഒരു വ്യക്തിയാണ്, കംസ് ടു ഇന്ത്യ, വർഷത്തിലൊരിക്കൽ എന്താണ് എന്തെങ്കിലും ഒരു റിലീജിയസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യത്തിനോ അല്ലെങ്കിൽ ഒരു ടെമ്പിൾ വിസിറ്റിനോ അങ്ങനെ എന്തെങ്കിലും ഒരു പെർപ്പസിന്, അല്ലെങ്കിൽ വേണ്ട വെക്കേഷന് ഫാദർ ആൻഡ് മദറിനെ കാണാനായിട്ട് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനെ കാണാനായിട്ട് അവരുടെ മക്കൾ വരുന്നു എന്നുള്ള ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ, വെക്കേഷന് വരുന്നൊക്കെ സിറ്റുവേഷൻ ആകുമ്പോഴത്തേക്കും ഇന്ത്യൻ ഒറിജിനായ ഒരു വ്യക്തി എബ്രോഡ് ജോലി ചെയ്യുന്നു, ആ വ്യക്തി ഇന്ത്യയിലേക്ക് വിസിറ്റിന് വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ 60 ദിവസം എന്നുള്ളത് നോക്കില്ല, വി വിൽ കൺസിഡർ ഓൺലി 182 ഡേയ്സ്. അതാണ് ഒരു വ്യക്തി ഇന്ത്യൻ ഒറിജിൻ ആകുമ്പോഴും അല്ലാത്തപ്പോഴും ഉള്ളൊരു വ്യത്യാസം. അപ്പോ എക്സ് ഇസ് നോട്ട് എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്നാ പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കിയാൽ എല്ലാ പ്രാവശ്യവും 105 ഡേയ്സ് വരുന്നുണ്ട്. അപ്പൊ 60 ഡേയ്സിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ റെലവന്റ് പ്രീവിയസ് ഇയറിൽ using this relevant previous year 105 ഡേയ്സ് ഉണ്ട്. 60 ഈസ് ഇനഫ്. പിന്നെ എല്ലാ വർഷവും 105 ഡേയ്സ് വന്നിട്ടുമുണ്ട്. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ യു കാൺ ചെക്ക്, കാരണം 182 വേണം. പക്ഷെ ഇവിടെ എന്തായാലും 182 ഇല്ല. സോ വി ഗോ ആഫ്റ്റർ ദി സെക്കൻഡ് ബേസിക് കണ്ടീഷൻ. അതിൽ പറയുന്നത് 60 ഡേയ്സ് ഡ്യൂറിംഗ് ദ റെലവന്റ് പ്രീവിയസ് ഇയർ ആൻഡ് ഓൾസോ പ്രിസീഡിംഗ് 4 പ്രീവിയസ് ഇയർ എടുക്കുമ്പോഴത്തേക്കും 365 ഡേയ്സ് വേണം. ഹിയർ 4 പ്രീവിയസ് ഇയർ എടുക്കുമ്പോൾ 420 ഡേയ്സ് ഉണ്ട്. 365 is enough to meet our condition. So we can say that second basic condition is satisfied. Second basic condition is satisfied. Moving to the additional condition, 7 years preceding, before that 2 years out of the 10 years preceding the previous year ഉണ്ടായിരിക്കണം. എല്ലാ വർഷവും വരുന്നുണ്ട്, 2 years എങ്കിലും ഉണ്ടാവണം എന്നേ പറയുന്നുള്ളൂ. സോ ഹി ഈസ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആവരുത് എന്നേ പറയുന്നുള്ളൂ. ഓക്കെ, ഈ 2 ഇയേഴ്സിന്റെ നിങ്ങൾ വീണ്ടും ഡൗട്ട് ചോദിക്കുന്നില്ല, അപ്പൊ ഞാൻ തന്നെ പറയാം. ഈ 2 വർഷം എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ 10 preceding previous ഇയറിൽ 2 years എന്ന് പറയുന്നത് he should not be non-resident ആവാൻ പാടില്ല. അതായത് റെസിഡന്റ് ആയിരിക്കും, അതെന്തായാലും ആവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ വർഷവും 105 ഡേയ്സ് വെച്ച് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ സെക്കൻഡ് അഡീഷണൽ കണ്ടീഷൻ ആയ 7 years preceding the previous year നോക്കിയാൽ പോലും 735 ഡേയ്സ് ഉണ്ട്. 730 ഡേയ്സ് മതി, 735 ഡേയ്സ് ഉണ്ട്. 105 വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയതാ 7 പ്രീവിയസ് ഇയറിലേക്ക്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും സെക്കൻഡ് ബേസിക് കണ്ടീഷൻ ഈസ് ഓൾസോ ഫുൾഫിൽഡ്. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് ബോത്ത് ദി അഡീഷണൽ കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. Both the additional conditions are satisfied. What we can conclude is
X is ordinarily resident during the assessment year 2021-22. Okay, moving to the B part. B part, last part, വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ instead of the 182 days, sorry, instead of 60 days, you have to consider 182 days എന്ന് പറയുന്നത് ബേസിക് കണ്ടീഷൻ നോക്കുമ്പോൾ. ഇപ്പോൾ 60 ഡേയ്സ് എക്സെപ്ഷൻ കിട്ടില്ല. 60 ഡേയ്സ് നോക്കാമെന്നുണ്ടെങ്കിൽ വി കുഡ് ഹാവ് ചെക്ക്ഡ് 182 ഡേയ്സ് തന്നെ കമ്പൽസറി ഉണ്ടായിരിക്കണം. അപ്പോൾ വി ക്യാൻ ഡയറക്ട്ലി റൈറ്റ്. കാരണം 182 ഡേയ്സ് നമുക്ക് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എന്തായാലും ഫുൾഫിൽ ചെയ്യില്ല. കാരണം അയാൾ 105 ഡേയ്സേ ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ബേസിക് കണ്ടീഷനിലോട്ട് നമ്മൾ മൂവ് ചെയ്താലും 60 ഡേയ്സ് പ്രീവിയസ് ഇയറും പ്രിസീഡിങ് പ്രീവിയസ് ഇയറിലോട്ട് പോകേണ്ടി വരും. ബട്ട് യു ഷുഡ് നോട്ട് കൺസിഡർ ദാറ്റ് കേസ് ബിക്കോസ് ഹി ഈസ് എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. What we can write is X, an Indian origin, came to India for a visit. He was not in India for at least 182 days during the previous year. Hence, he is non-resident for the assessment year 2021-22. Okay, clear. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ.